എൻ്റെ സമയം ആവുന്നില്ല ഇന്ന്, പക്ഷേ നേരത്തെ എണീറ്റു. എൻ്റെ സമയം എന്ന് വെച്ചാൽ തലയിൽ ഉച്ചിയിൽ വെയിലടിക്കുന്ന വെച്ചാൽ അങ്ങനെയൊക്കെ പറയത്തില്ല എന്തോ അങ്ങനെയൊക്കെ ഉള്ള സമയത്തല്ലേ ഞാൻ എണീക്കത്തുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ ഇത്തിരി നേരത്തെ എണീറ്റു. പക്ഷേ ഇന്ന് ചെയ്ത് തീർക്കാൻ കുറേയേറെ ജോലികളുണ്ട്. രാവിലെ വന്നിട്ട് പന്തം കണ്ട പെരിച്ചായ കണക്ക് കുറച്ച് നേരം ഞാൻ അവിടെ നിൽക്കും. എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുന്ന തലേന്നത്തെ ചോറും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ, തക്കാളി, പച്ചമുളക്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലെടുത്ത് വെക്കും. ആദ്യം തന്നെ ചോറിനകത്ത് വെള്ളം ഒഴിച്ചത് അങ്ങോട്ട് മാറ്റി വെക്കും. അത് നല്ല തണുത്തിട്ടിരിക്കുകയായിരിക്കും. പിന്നെ ദാണ്ട കുക്കർ കഴുകിയത് കുഞ്ഞു കുക്കറാണ്. ഇതിനകത്ത് നിന്നാണെങ്കിൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ച കേട്ടോ. പക്ഷേ ഇടയ്ക്കൂടെ ആവി പോവും. ഒരു മാസം ആയതേ ഉള്ളൂ മേടിച്ചിട്ട്. എന്താ ആ കുക്കറിന് കുരുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ദാണ്ട തലേന്ന് ഞാൻ നമ്മളെ കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കടല വെള്ളത്തിൽ ഇട്ട് തലേന്നല്ല ഇടുന്നത്, എനിക്കറിയാൻ വയ്യ. ഞാൻ തലേന്ന് ഇടുന്ന. അമ്മയൊക്കെ പറയും അമ്മയൊക്കെ ഉച്ചയ്ക്കേ ഇടുമെന്ന്. ഇപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കണമെങ്കിൽ തലേന്ന് ഉച്ചയ്ക്ക് ഇടുമെന്ന്. പക്ഷേ അതിൻ്റെ കാര്യമില്ലെന്ന് തോന്നുന്നു. തലേന്ന് രാത്രി ഇട്ടാൽ മതി. പിന്നെ നമുക്ക് ചുവന്നുള്ളി അരിയാൻ പ്രയാസമുള്ളവർ, പാടുള്ളവർ, അല്ലെങ്കിൽ മടിയുള്ളവരാണെങ്കിൽ ഒരു സവാള ഇട്ടാലും മതി. ഞാൻ പിന്നെ ഇന്ന് ഒരു സവാളയും കുറച്ച് ചുവന്നുള്ളിയും കൂടി ഇട്ട് ഇതാകുമ്പം വലിയ പാടില്ല. ഈ കുഞ്ഞു കുഞ്ഞു ഉള്ളിയാകുമ്പോൾ തൊലിക്കാൻ ഭയങ്കര പാടാണ്. വലിയ ഉള്ളിയാണെങ്കിൽ സവാളയുടെ കണക്കുള്ള ഉള്ളി കാണും. അതൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വേഗം തൊലിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു സവാളയും 2 ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞിട്ട്, ഇന്ന് ഞാൻ എണീറ്റുകൊണ്ടായിരിക്കണം മക്കളും കൂടെ എൻ്റെ കൂടെ എണീറ്റ് വന്ന്. അതുകൊണ്ട് വേഗം ജോലി തീർക്കാം എന്നുള്ളത് കൊണ്ട്, എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അടുക്കളയിലെ ജോലി വേഗം തീർക്കാം, പക്ഷേ പുറം ജോലി കുറേ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇഷ്ടംപോലെ ജോലി പുറത്ത് കിടപ്പുണ്ട്. അങ്ങനെ പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഈ കടലയ്ക്കകത്ത് വേവിക്കുന്നതിനകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, ഉപ്പ്. പിന്നെ ചിലവരാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കും. പക്ഷേ ഞാൻ ഈ കടുക് വറുക്കുമ്പോഴാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ താണ്ട തലേന്നത്തെ കറിയാണ് ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് ചൂടാക്കാൻ വെച്ചേക്കുന്നത്. തലേന്ന് രാത്രി ഇപ്പോൾ എല്ലാം വിളമ്പി കഴിഞ്ഞ് എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് തലേന്നത്തെ കറി ചൂടാക്കി വെക്കും. പിറ്റേന്ന് രാവിലെ ഞാൻ എണീറ്റതിന് ശേഷം ആദ്യം ചെയ്യുന്നതും അത് തന്നെ. തലേന്നത്തെ കറി ഒന്നുകൂടെ ചൂടാക്കി വെക്കും. അതപ്പം പിറ്റേന്ന് ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് 2 ദിവസവും വെച്ചിരുന്ന് കൂട്ടാൻ പറ്റും. തേങ്ങാക്കറി പിറ്റേന്ന് മാത്രം. മുളക് കറിയൊക്കെ ആകുമ്പോൾ 2 ദിവസം വെച്ചിരുന്ന് കൂട്ടാൻ പറ്റും. പിന്നെ ദാണ്ട ദോശയ്ക്കുള്ള മാവാണ് ഒരു ചരുവത്തിനകത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പൊങ്ങാൻ വേണ്ടി അപ്പുറത്തുനിന്ന് ആ കലത്തിനകത്തുനിന്നും കൂടെ ഒഴിച്ചിട്ട് ബാക്കി അങ്ങ് ഫ്രിഡ്ജിനകത്തോട്ട് വയ്ക്കും. ഇപ്പം എൻ്റെ സൂക്കേടെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ദോശയ്ക്കും അപ്പത്തിനും ഒരുമിച്ചങ്ങ് ആട്ടി വയ്ക്കും. മറ്റേ ഞാൻ ദോശയ്ക്ക് ആട്ടായിടും, അപ്പത്തിന് ആട്ടായിടും. അപ്പോഴത്തേക്കും ആ ഒരു മാവ് മൊത്തവും കഴിഞ്ഞ് കഴിഞ്ഞേ നമുക്കത് എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അപ്പം മക്കൾക്കാണെങ്കിൽ പറയാം അമ്മ എന്നും ദോശയേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ രണ്ടും കൂടെ ആട്ടി വെക്കുമ്പോഴത്തേക്കും ഒരു ദിവസം ദോശ, ഒരു ദിവസം അപ്പം, അങ്ങനെ മാറ്റിയും തിരിച്ചോ കൊടുക്കാൻ പറ്റും. അങ്ങനെ താണ്ട ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ അടുപ്പിൽ നമ്മളൊരു 7-8 ഒരു 6-7 വിസിൽ കേൾപ്പിച്ചാൽ മതി വെള്ളക്കടലേക്ക്. എന്നിട്ട് താണ്ട പാൻ വെച്ചിട്ട് അതിനകത്തോട്ട്, പാനല്ല ആ ഒരു പാത്രം വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുകിട്ടിട്ട് അതിനുശേഷമാണ് ഞാൻ ഇടിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്കും നല്ലൊരു നമ്മളെ ചിക്കൻ കറിയൊക്കെ വെക്കുന്നൊരു മണം വരും. എന്നിട്ടാണ് ഞാൻ കടലയെടുത്ത് തട്ടി കൊടുക്കുന്നത്. വറുത്തരച്ച പൊടി ഇല്ലാത്തതുകൊണ്ട് തേങ്ങാപ്പാലിലാണ് വെച്ചത്. പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നല്ലപോലെ കടല ഇത്തിരി ഒരു പിടി എടുത്ത് നമുക്ക് നല്ലപോലെ പേസ്റ്റാക്കി അതിനകത്ത് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല കുറുകുറായിരിക്കും. പിന്നെ വെള്ളം തിളപ്പിച്ച്, ഞങ്ങളെ വീട്ടിൽ കരിനാലിപ്പൊടി ഉണ്ടല്ലോ, അമ്മ എങ്ങനെ പറയുന്നത്, കരിനാലിപ്പൊടി ഇട്ടാണ് വെള്ളം തിളപ്പിക്കുന്നത്. അപ്പം വേറൊരു ചുവന്ന കളറായിരിക്കും. അങ്ങനെ പുറത്തൊന്ന് പോകണം, ഫ്രൂട്ട്സ് മേടിക്കണം, പിന്നെ അല്ലാതെ കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അങ്ങനെ ഞങ്ങൾ പോയി വന്നപ്പോഴത്തേക്കും നമ്മുടെ ഹാർപ്പിക്കിൻ്റെ ഈ ഒരു സംഭവം ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതെന്ന് വെച്ചാൽ നമുക്ക് ബാത്റൂമിനകത്ത് നമുക്ക് ഈ ക്ലോസറ്റിനകത്തൊക്കെ ഒഴിച്ചിട്ടിരുന്ന് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് ബ്രഷ് ഇട്ട് കഴുകി കഴിയുമ്പോഴത്തേക്കും നല്ല വെളുത്ത് നല്ല വളവളാന്ന് തുറന്ന് തിളങ്ങും. നല്ലതുപോലെ എനിക്ക് യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാൻ എല്ലാ ബാത്റൂമിലും അതിങ്ങനെ ഓരോ മാസത്തിൽ അതിനെ ഇങ്ങനെ ഒഴിച്ച് അരമണിക്കൂർ വയ്ക്കും. പുറം കണ്ട ഒരു 4 ദിവസമായി ഞാൻ പുറത്ത് തൂത്തിട്ടെന്ന് വെച്ചാൽ നമ്മൾ തൂക്കും, മാറുമ്പം പിന്നെയും കരിയില വന്ന് വീട്. ഇപ്പോൾ ഈ തൂത്ത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പിന്നെയും 2-3 കരിയിലകൾ വന്ന് വൈകിട്ടാകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് അവിടെ ഫുള്ള് കരിയില ആയിരിക്കും. അങ്ങനെ ഞാൻ തൂക്കുന്ന കണ്ടുകൊണ്ട് ചേച്ചിയും അമ്മയും കൂടി ഇറങ്ങി. പിന്നെ ദാണ്ട് ഈ നമ്മളെ ഇലിമ്പിക്ക നിൽക്കുന്നിടത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. ഒരു 3 ദിവസമായിട്ട് എന്തൊക്കെയാണ് ഞാൻ തൂത്തിട്ട്. അങ്ങനെ ഞാൻ ഇവിടെ തൂക്കുന്ന കണ്ടുകൊണ്ട് അമ്മ എന്താണ് തെങ്ങും ചുവട്ടിൽ തീയൊക്കെ ഇടുന്നുണ്ട്. നമ്മളെ ഈ കിണറ്റിൻ്റെ അവിടെ വല ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ കൂടുതലും പാത്രങ്ങളൊക്കെ ഉണക്കാൻ വെക്കുന്നത്. അവിടെ നല്ല വെയിലാണ്. വെയിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു 10 മിനിറ്റ് വയ്ക്കുമ്പോഴേ നമ്മളെ പാത്രമൊക്കെ ഉണങ്ങി കിട്ടും. ഞാൻ ഈ പ്ലാസ്റ്റിക് ടിന്നുകളും എല്ലാമൊക്കെ ഇട്ട് വയ്ക്കുന്ന എല്ലാം ഞാൻ അവിടെ ഇട്ട് ഉണക്കിയതിന് ശേഷം മാത്രമേ അടുക്കളയിലോട്ട് എടുത്ത് വെക്കത്തുള്ളൂ. അങ്ങനെ ചേച്ചിയാണെങ്കിൽ ഈ ചൂല് കൊണ്ടേ തൂക്കത്തുള്ളൂ. ഞാൻ അങ്ങനെയല്ല. നമ്മൾ ഈ ഇൻ്റർലോക്കിൻ്റെ പുറത്തൊക്കെ നമ്മൾ ഇതുകൊണ്ട് തൂത്ത് കഴിഞ്ഞാൽ മണ്ണൊന്നും പോത്തില്ല. ഞാൻ ഈ ബ്രഷ് കണക്കുള്ള ചൂലുണ്ടല്ലോ, ഈ ചൂല് വെച്ച് തൂക്കുമ്പോഴത്തേക്കും നല്ലപോലെ അഴുക്കും പൊടിയും എല്ലാം നല്ലപോലെ ക്ലീനായി കിട്ടും.
അങ്ങനെ താണ്ട ചേച്ചി പക്ഷേ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ചേച്ചിക്ക് പിന്നെ അപ്പുറത്ത് ആ റോഡൊക്കെ തൂക്കുന്നതുകൊണ്ട് ഈ ഒരു ചൂല് കൊണ്ട് തൂത്ത് കഴിഞ്ഞാൽ നല്ലപോലെ വൃത്തിയാവത്തുള്ളൂ. അങ്ങനെ ഞാൻ ഇതെല്ലാം തൂത്ത് ക്ലീൻ ആക്കിയിട്ട് താണ്ടി ബക്കറ്റിനകത്ത് വാരിയിട്ട് അവിടെ കൊണ്ടുപോയി തീടിയാണ് പതിവ്. പിന്നെ എന്നും ഇപ്പം ഞാൻ മിക്കവാറുമൊക്കെ എന്നും തൂക്കും കേട്ടോ. കരിയില വീടുന്നതൊന്നും ഞാൻ നോക്കത്തില്ല. ചില മരങ്ങളിൽ ചില കാലാവസ്ഥയിൽ ഇങ്ങനെ ഇഷ്ടംപോലെ മരങ്ങൾ ഇങ്ങനെ പൊഴിയുമല്ലോ, ഇല പൊഴിയുമല്ലോ. ആ ഒരു സമയത്താണ്, ആ ഒരു സമയമായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഇങ്ങനെ ഇല ഇങ്ങനെ കാറ്റ് വരുന്നതനുസരിച്ച് പൊഴിഞ്ഞുകൊണ്ട് നിൽക്കും. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഇൻ്റർലോക്കിൻ്റെ അവിടെയും കുറേ കിടപ്പുണ്ട്. പക്ഷേ ഇവിടുത്തെ കാട്ടി ഏറ്റവും കൂടുതൽ സൈഡിലാണ്. ആ സൈഡിലാണെങ്കിൽ ഇഷ്ടംപോലെ മരം അവിടെ നിൽപ്പുണ്ട്. നമ്മളെ കോമ്പൗണ്ടിൽ ഇല്ല, അപ്പുറത്തെ കോമ്പൗണ്ടിൽ നിൽക്കുന്നതിൻ്റെ മരത്തിൻ്റെ ഇലയാണ് വന്ന് വീഴുന്നത്. അങ്ങനെ ഇങ്ങനെയൊക്കെ തീയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും താണ്ട അനിയത്തിയും മോനും കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ അവരെ അകത്തൊക്കെ കയറ്റി ഞാൻ ഇരുത്തിയതിന് ശേഷം എനിക്ക് തുണി കഴുകണം. ചേച്ചിയാണെങ്കിൽ ആ സമയത്ത് തുണി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി തുണി കഴുകി മാറ്റിയതിന് ശേഷം മാത്രമേ എനിക്ക് തുണി കഴുകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ താണ്ട് ഇവനാണെങ്കിൽ എൻ്റെ റൂമിൽ, എൻ്റെ ഈ ഒരുങ്ങുന്ന റൂമാണ്, ഇവിടെ ആണെങ്കിൽ കുറേ ലിപ്സ്റ്റിക്കും കാര്യങ്ങളും എല്ലാം. ഇതാണെങ്കിൽ ഇവനെല്ലാം കൂടെ കൈക്കകത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ പിന്നെ അവസാനം ആ റൂം പൂട്ടിയിട്ട്, ആ റൂമിനകത്ത് അവൻ പോയി കഴിഞ്ഞാൽ അവിടെ ഫുൾ അവൻ അലമ്പാക്കും. അതുകൊണ്ട് ആ റൂമിൽ പൂട്ടിയിട്ടതിന് ശേഷം ഫ്രണ്ടിലാണ് കൊണ്ടിരുത്തിയത്. പിന്നെ ഏത്തയ്ക്ക ഇരുന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു അവന് കുറച്ച് ഏത്തയ്ക്ക അപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏത്തയ്ക്ക മറ്റേ നമ്മൾ മൈദ മാവും കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, കുറേ ഇല്ലായിരുന്നു, കുറച്ചുണ്ടായിരുന്നുകൊണ്ട് ആ ഒരു പാകത്തിൽ മാത്രമേ മാവ് ഞാൻ കുഴച്ചിട്ടുള്ളായിരുന്നു. അതിനകത്ത് കുറച്ച് നമ്മൾ മഞ്ഞപ്പൊടിയും പഞ്ചാരയും കൂടെ കലക്കി വെച്ച് പിന്നെ അപ്പത്തിൻ്റെ മാവ് ഞാൻ പറഞ്ഞില്ലേ, അപ്പത്തിൻ്റെ മാവ് ഞാൻ വെളിയിൽ വെച്ചിട്ട് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഈസ്റ്റ് ഇട്ട് ആട്ടുന്നതുകൊണ്ട് നല്ലപോലെ പൊങ്ങി വരും. അതുകൊണ്ട് അവന് അപ്പവും ധ്രുവേനും അപ്പവും കൂടെ ചുട്ടു കൊടുക്കാൻ പറ്റും. അങ്ങനെ അമ്മ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയും വരുന്നെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ആ സമയം കൊണ്ട് ഞാനത് എല്ലാം ഓൾമോസ്റ്റ് ആ പണിയും കൂടെ തീർക്കാമെന്ന് വെച്ചാൽ അങ്ങനെ മോൻ അപ്പം ചുട്ട് കൊടുത്ത് അങ്ങനെ അവൾ അപ്പമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മായി അമ്മയും കൂടെ ഒന്ന് സഹായിക്കാൻ വന്ന്. ഇതാണ് എൻ്റെ അമ്മ. അമ്മ വന്ന് അങ്ങനെ ചിക്കൻ്റെ ഇത്തിരി ചിക്കൻ പൊരിക്കണമെന്ന് പറഞ്ഞില്ല, കാരണം ചിക്കൻ്റെ അനിയത്തി ഇതൊക്കെ എനിക്ക് കഴുകി തരികയാണ്. അങ്ങനെ അതിന് ശേഷം ഈ കുക്കറിനകത്ത് നല്ലപോലെ ഇട്ട് ആവി കയറ്റിയതിന് ശേഷമാണ് പൊരിക്കുന്നത്. അപ്പോൾ ഉള്ളൊക്കെ നല്ലപോലെ വേവും. ആ സമയത്ത് അവനാണെങ്കിൽ അവിടെ മൊത്തം അലമ്പ്. എൻ്റെ ഉള്ളിക്കൊട്ടയ്ക്കകത്തുനിന്ന് സവാളയും അതും ഇതും എല്ലാം എടുക്കുക. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആ ചെക്ക എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് 2-3 വഴക്ക് കൊടുത്തതിന് അനിയത്തി 2-3 നുള്ളും ഇടിയും ഒക്കെ കൊടുത്ത്. ഞാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അവളെയാണ് വല്ലതും ഇങ്ങനെ ഇടിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ചിക്കൻ വേവിച്ചതിൻ്റെ ആ ഒരു നീരുണ്ടല്ലോ, അത് ഞാൻ കളയാൻ പോയപ്പോൾ അനിയത്തി പറഞ്ഞിട്ട് അത് കളയല്ലേ, നമുക്ക് ആ അതിനകത്ത് വെച്ചിട്ട് ചിക്കൻ്റെ സൂപ്പ് കണക്കുണ്ടാക്കി എടുക്കാമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അത് ചെയ്തപ്പോൾ കൊള്ളാം. നമ്മൾ കടയിൽ നിന്ന് എത്ര രൂപ കൊടുത്ത് ഒരേ സൂപ്പൊക്കെ മേടിക്കുന്നത്, പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോൾ കൊള്ളാം. അങ്ങനെ താണ്ട് അവർ പോകാനൊക്കെ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അപ്പവും ചുട്ട് ചിക്കനൊക്കെ ആയിട്ട് കൊടുത്ത് പിന്നെ കുറച്ച് പൊറോട്ട മേടിച്ചായിരുന്നു. അപ്പം മോനാണ് അപ്പം, ബാക്കിയുള്ള വലിയവർക്കൊക്കെ പൊറോട്ട മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഞായറാഴ്ച ഉള്ളത് ഇങ്ങനെ പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്തേക്കണേ.